ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും ഇവിടെ കച്ചവടം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വാഹനം ഓടിച്ച് ഭജനം കഴിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഇവിടെ അയക്കുന്ന യാത്രക്കാർക്കും ഈ ദേശത്ത് പാർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ധന്യനാവുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ ക്രിസ്തീയ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് സുവിശേഷമാണ്. എന്തുകൊണ്ട് കവലതോറും പാസ്റ്റർമാര് സുവിശേഷം പ്രസംഗിക്കുന്നു? സുവിശേഷത്തിന്റെ ആവശ്യം ഇന്നിന്റെ ലോകത്തുണ്ടോ? സുവിശേഷം പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു വ്യക്തി സുവിശേഷം കേട്ടനുസരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരുപക്ഷെ എന്റെ ശ്രോതാക്കൾ ചിന്തിക്കാം. എന്തുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു മൈക്കും വെച്ച് കെട്ടി കവലതോറും ഞങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നു എന്ന് എന്റെ ശ്രോതാക്കളിൽ പലരും ചിന്തിക്കുമായിരിക്കാം. അവരോടാണ് ഞാൻ പറയട്ടെ, സുവിശേഷം എല്ലാ കാലത്തും മനുഷ്യന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കുടുംബത്തിനകത്ത്, ഒരു വീട്ടിനകത്ത്, ഒരു ദേശത്ത് സുവിശേഷം വന്നത് കാരണം ആ വീട്ടിനും ആ കുടുംബത്തിനും ആ വ്യക്തിക്കും ആ ദേശത്തിനും വ്യത്യാസങ്ങൾ വന്ന ചരിത്രമുണ്ട്. സുവിശേഷ പ്രസംഗങ്ങൾ ഒന്നും വൃഥാവല്ല. ഏത് മൃഗതുല്യനായ മനുഷ്യനെയും മനുഷ്യ സ്നേഹിയാക്കുവാൻ സുവിശേഷത്തിന്റെ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്ന കുറെ വാചകങ്ങളോ വാക്കുകളോ അല്ല, ഒരു പ്രസ്ഥാനമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ശ്രീ യേശു ക്രിസ്തുവാണ്. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അതെ, ജനിച്ച് മരിച്ച് അവസാനിച്ച ഒരു നേതാവല്ല ഞങ്ങളുടെ യേശു. ആ മരണത്തെയും ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോ എന്തുകൊണ്ട് കവലതോറും സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിന് മാത്രമേ വ്യതിയാനങ്ങൾ വരുത്തുവാൻ കഴിയത്തുള്ളൂ. തൊട്ടുകൂടാതെയും നീണ്ടിക്കൂടാതെയും മാറുമറയ്ക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന ഈ കേരള സമൂഹത്തിൽ ഇന്ന് നമ്മുടെ സഹോദരിമാർ വസ്ത്രം ധരിച്ച് മാന്യതയോടെ നടക്കുന്നതിന്റെ പിന്നിൽ സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെറുതല്ല. സുവിശേഷത്തിന്റെ പ്രവൃത്തി ഇന്ത്യൻ മണ്ണിൽ വന്നതാണ് ഈ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണം. ഒരു കാലത്ത് കർഷകൻ കാളയും കലപ്പയും വെച്ചൊഴുമ്പോ കലപ്പയുടെ ഒരു ഭാഗത്ത് കാളയെയും മറുഭാഗത്ത് മനുഷ്യനെയും വച്ച് നിലകൊള്ളുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഒരു വ്യത്യാസം വന്നത് ഇന്ത്യൻ മണ്ണിൽ സുവിശേഷം വന്നതുകൊണ്ടാണ്. അല്ല എന്ന് പറയുവാൻ ഇവിടെ ആർക്കും കഴിയത്തില്ല. ഇന്ത്യയിൽ പലർക്കും നല്ല വിദ്യാഭ്യാസം വന്നത്, നല്ല ക്വാളിറ്റി വന്നത്, നല്ല ക്വാളിഫിക്കേഷൻ വന്നത്, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണമെന്നറിഞ്ഞത്, നല്ല ഭക്ഷണം കഴിച്ചത്, നല്ല ജീവിത രീതി നയിച്ചത് സുവിശേഷം വന്നതുകൊണ്ട് മാത്രമാണ്. ഇത് പെന്തക്കോസ്തുകാരുടെ അവകാശവാദമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകുവാൻ അതിയാകും. എന്താണ് സുവിശേഷം? ഞാൻ അല്പ വിശദീകരണത്തിലേക്ക് മുന്നോട്ട് കടന്നു പോകട്ടെ. ഇന്ന് മനുഷ്യ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ പലവിധമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഒന്നല്ലെങ്കിൽ
മറ്റൊരു വിധത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഇന്നിന്റെ മനുഷ്യർ. ചിലർക്ക് രോഗമാണെങ്കിൽ ചിലർക്ക് സാമ്പത്തിക ബാധ്യതയാണ്, ചിലർക്ക് ഭവനമില്ലാത്തതാണെങ്കിൽ ഭവനമുണ്ടായിട്ടും അതിനകത്ത് സമാധാനത്തോടെ കിടന്നിറങ്ങാത്തതാണ് മറ്റൊരാളിന്റെ വിഷയം. ആമേൻ. ഒരാൾക്ക് കുടുംബത്തിനകത്തുള്ള പ്രശ്നമാണെങ്കിൽ മറ്റൊരാൾക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ. ഒരേ കുടുംബത്തിൽ മക്കളെ കുറിച്ച് വേദനയാണെങ്കിൽ മറ്റൊരു വീട്ടിൽ ഭർത്താവിന്റെ മദ്യപാനവും ക്രൂരമായ പീഡനങ്ങളും കാരണമുള്ള പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞതിന് സാരം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ മനുഷ്യരും പ്രശ്നത്തിലാണ്. എന്നാൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ മനുഷ്യൻ തന്നെ പരിഹാരം കണ്ടെത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ മനുഷ്യൻ തന്നെ പരിഹാരം കാണുമ്പോൾ അത് അമ്മേ പരാജയത്തിലേക്ക് പോയിക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ കുടുംബവും സഭയുമായി ഇതുപോലൊരു ബോക്സുമായി കുണ്ടറയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൊസൈറ്റി മുക്കിൽ നിന്നും ഒരു സഹോദരൻ മദ്യം വാങ്ങുവാൻ കുണ്ടറയിലേക്ക് വന്നു. എന്റെ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം വണ്ടി ഓഫ് ചെയ്ത് അവിടെ നിന്നു. പ്രസംഗം കഴിഞ്ഞ സഹോദരന്റെ അടുക്കൽ, ശ്രീനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോ മദ്യത്തിന്റെ ഒരു വാസന അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദര മദ്യപിച്ചിരിക്കുകയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, സമാധാനമില്ല, അതുകൊണ്ട് ഞാൻ മദ്യപിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മദ്യപിച്ചാൽ സമാധാനം കിട്ടുമോ? മദ്യപിച്ചാൽ സന്തോഷം കിട്ടുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? മദ്യത്തിന്റെ ആ ലഹരിയിൽ ഇതിനെ സമാധാനം കെടുത്തുന്ന പ്രശ്നത്തെ നീ മറക്കുകയാണ്. മദ്യത്തിന്റെ ആസക്തി വിടുമ്പോൾ പിന്നെയും ആ പ്രശ്നം നീ അറിയുകയാണ്, സമാധാനം നഷ്ടപ്പെടുകയാണ്. മറ്റു പലർ വീട്ടിൽ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. എന്റെ ശ്രോതാവ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഭർത്താവ് ആത്മഹത്യ ചെയ്താൽ ആ വീട്ടിൽ സമാധാനം കൂടുമോ, സമാധാനം കുറയുമോ? നിശ്ചയമായും സമാധാനം കുറയുമെന്ന് മാത്രമല്ല, ദുഃഖം കൂടുവാനായിട്ട് ഇടയാകും. അപ്പൊ പറഞ്ഞത്, മനുഷ്യന്റെ പ്രശ്നത്തിന് അവൻ തന്നെ പരിഹാരം കണ്ടെത്തുന്നു, അതെല്ലാം നമ്മെ പരാജയത്തിൽ കലാശിക്കുന്നു. എന്റെ ശ്രോതാക്കളെ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരേ വ്യക്തിക്ക് ഒരു പനി വന്നാൽ ആശുപത്രിയിൽ പോകും, അല്ലേ? 3 ദിവസമായി പനി കൂടുന്നു, കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഡോക്ടർ മരുന്നിന് എഴുതുകയില്ല. ഒരു പേപ്പറിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ട് ഇത് ലാബിൽ കൊണ്ട് കാണിക്കാൻ പറയും. ലാബിൽ ചെല്ലുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച സഹോദരി പറയും, രക്തമെടുക്കണം. എന്തിനാ? രക്തം ടെസ്റ്റ് ചെയ്യുവാൻ. രക്തം ടെസ്റ്റ് ചെയ്ത് റിസൾട്ടുമായി ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഫാർമസിയിലേക്ക് നിങ്ങളെ വിടും എന്ന് പറഞ്ഞാൽ ആ അസുഖത്തിന് മരുന്ന് വരും. ഡോക്ടറോട് ചോദിച്ച്, ഈ മരുന്ന് നേരത്തെ എഴുതിക്കൂടായിരുന്നോ? അവര് പറയും, ഞാൻ രോഗം എന്താണെന്ന് അറിഞ്ഞു, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് രോഗകാരണം എന്താണെന്ന് അറിയാനാണ്. 3 ദിവസമായിട്ടും രോഗം മാറാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാനാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ശ്രോതാക്കളെ, പ്രശ്നത്തെ പരിഹരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് പ്രശ്നത്തിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. പ്രശ്നം കുടുംബത്തിനകത്ത് വരുന്നത്, കുടുംബത്തകർച്ചകൾ വരുന്നത്, മദ്യപാനത്തിന്റെ ആസക്തി വരുന്നത്, മക്കൾ അനുസരണക്കേടിലേക്ക് പോകുന്നത്, അതിന് കാരണം നമ്മൾ ചിന്തിപ്പാനിടയാകണം. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു. അർത്ഥാൽ ഏക മനുഷ്യന്റെ പാപം കാരണം സകല മനുഷ്യരും
പാപികളായി മാറി. ആ പാപം മനുഷ്യനെ മരണത്തിലേക്ക് എത്തിക്കുവാനായിട്ടിടയായി. ആമേൻ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പാപമാണ്. ഒരുവന്റെ ഉള്ളിനകത്ത് പാപത്തിന്റെ ശക്തി കുടികൊള്ളുന്നത് കൊണ്ടാണ് അവൻ മദ്യപാനിയാകുന്നത്. മദ്യം കഴിക്കുന്നത് അവന്റെ ഉള്ളിൽ പാപമുള്ളത് കൊണ്ടാണ്. സ്വന്തം ഭാര്യ ഉപദ്രവിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ പാപത്തിന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ്. ആ പാപത്തിന് പരിഹാരം വരുത്തിയേ മതിയാവും. ഞാൻ ചോദിക്കട്ടെ, പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്താൻ പറ്റും? പാപം ഒരു 2 വീലർ ആയിരുന്നെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ട് അത് ശരിയാക്കാമായിരുന്നു. പാപം ഒരു രോഗമായിരുന്നെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട് അത് ചികിത്സിക്കാമായിരുന്നു. പാപം ശരീരത്തിൽ ഒരു മുഴയായിരുന്നെങ്കിൽ സർജറി ഡോക്ടറെ കൊണ്ട്, ഒരു സർജനെ കൊണ്ട് അത് നീക്കം ചെയ്യുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പറയട്ടെ, പാപം എന്നുള്ളത് രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണമോ അല്ല. പാപം ഒരു ശക്തിയാണ്. പാപത്തിന് ശക്തിയുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ചോദിക്കട്ടെ പ്രിയരെ, ദൈവം ഒരു മനുഷ്യനോട് പറഞ്ഞു, നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ലഭിക്കുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്. ആമേൻ. ആയതിനാൽ പാപത്തിന് ആഗ്രഹമുണ്ട്. എന്താണ് പാപത്തിന്റെ ആഗ്രഹം? മനുഷ്യനെ കീഴ്പ്പെടുത്തുക, മനുഷ്യനെ നശിപ്പിക്കുക, മനുഷ്യനെ കൊല്ലുക. ഇതാണ് പാപത്തിന്റെ ആഗ്രഹം. വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപം അവസരം ലഭിച്ചിട്ട് എന്നെ ചതിക്കുകയും എന്നെ കൊല്ലുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ പഠിപ്പിക്കുന്നു. അതേ പ്രിയരെ, പാപം ഒരു മുഴയല്ല എങ്കിലും ഒരു സർജൻ അത് നീക്കിയത്. പാപം ഒരു വസ്തുവല്ല എങ്കിലും അതറിയാവുന്നവരത് ശരിയാക്കിയത്. പാപം ഒരു മാരകമായ അനുഭവമാണ്. ചോദിക്കട്ടെ, പാപം എവിടെയാണ് മനുഷ്യനിൽ വരുന്നത്? ഒരു മുഴ വരുന്നത് പോലെ, ഒരു പുണ്ണ് വരുന്നത് പോലെ മനുഷ്യ ശരീരത്തിലല്ല, അസ്ഥി ഒടിയുന്നത് പോലെയുള്ള ഒരവസ്ഥയല്ല പാപം. പാപം മനുഷ്യന്റെ ഉള്ളിൽ വരുന്നത് അവന്റെ ആത്മാവിലാണ്. ആത്മാവിലെ പാപത്തെ ആത്മാവിൽ നിന്ന് മാറ്റാൻ ആർക്ക് കഴിയും? നമുക്കറിയാം, ഒരു പഴഞ്ചൊല്ല് ഇവിടെ കരിപ്പറയിൽ പറയുന്നത് എനിക്കറിയത്തില്ല. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണം, മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണം, അല്ലെ? മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണം എന്നതുപോലെ ആത്മാവിൽ പറ്റിയ പാപത്തെ ആത്മാവ് കൊണ്ട് നീക്കം ചെയ്യണം. അതെ, ഒരു മനുഷ്യനും പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. ഒരു പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അതിന് ആത്മാവായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആത്മാവായ ദൈവം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ആത്മാവായ ദൈവമാണ്. യഹോവയായ ദൈവം ആത്മാവായ ദൈവം. ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് ശ്രീ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതെ, ആത്മാവായ ദൈവം. ഇന്ന് ഏത് മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്, പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ഈശ്വരനുണ്ട്. അതാരാണ് എന്നുള്ളതാണ് സത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ആ ദൈവം? വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, ആത്മാവായ ദൈവം ദൈവസ്വരൂപത്തിൽ ഇരിക്കാതെ മനുഷ്യരൂപമെടുത്ത് ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പോ എന്റെ ശ്രോതാക്കളിൽ ഒരാളെങ്കിലും ചോദിക്കും, ദൈവം എന്തിനാണ് ആത്മാവായി വന്നത്, ജഡമായി വന്നത്? ആത്മാവായ ദൈവം ശരീരത്തിൽ വന്നത് എന്തിനാണ്? വിശുദ്ധ ബൈബിളിൽ അതിന് മറുപടി പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി പാപത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം
മരണഭീതിയിലായിരുന്നവരെ രക്ഷിപ്പാനിടയായി. എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ മാംസ ശരീരമുള്ളവനാണ്, അവൻ രക്തത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് തന്നെ മാംസ ശരീരമുള്ളവന് രക്തത്തോടു കൂടിയവനെ രക്ഷിപ്പാൻ ദൈവം ജനശരീരത്തിൽ രക്തത്തോടു കൂടിയവനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മാത്രമല്ല വിശുദ്ധ ബൈബിൾ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതേ പ്രിയരെ, ആ മനുഷ്യന്റെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തെ മാറ്റുവാൻ ആത്മാവായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ആ ആത്മാവായ ദൈവമാണ് മനുഷ്യനായി വന്ന ശ്രീ യേശു ക്രിസ്തു. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ എന്തിനാണ്, ദൈവം എന്തിനാണ് മനുഷ്യനായി വന്നത്? ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ പറയാം. എന്റെ മുമ്പിൽ കൂടെ ഒരു തത്ത പറന്നു പോവുകയാണെന്ന് ചിന്തിക്കുക. ഇത് പറന്നു പോകുന്നത് ഒരു വേട്ടക്കാരൻ ധരിച്ച ഒരു വലയിലാണ്, ഒരു കുടുക്കിലാണെന്നുള്ള കാര്യം മനുഷ്യനായ എനിക്കറിയാം, തത്തയ്ക്കത് അറിയത്തില്ല. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ തത്ത പറന്നുപോയി ആ വേട്ടക്കാരൻ ഒരുക്കിയ വലയിൽ വീഴരുത്. അതിന് ഞാൻ ഇതിനേക്കാളും പവറുള്ള മൈക്ക് വെച്ച് തത്തേ നീ അങ്ങോട്ട് പോകരുത്, നീ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാഷ തത്തയ്ക്ക് മനസ്സിലാകത്തില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു തത്തയായി മാറി തത്തയോടൊപ്പം പറന്നുപോയി തത്തയോട് പറഞ്ഞാൽ തത്തയ്ക്ക് തത്തയുടെ ഭാഷ മനസ്സിലാകും, തത്ത അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനിടയാകും. ദൈവം എന്തിനാണ് മനുഷ്യനായി വന്നത്? ദൈവത്തിന്റെ ഭാഷ മനുഷ്യന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യന്റെ ഇടയിൽ സഞ്ചരിച്ചിട്ട് അവനോട് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യ നീ പോകുന്നത് നാശത്തിലേക്കാണ്. ഹേ പാപിയായ മനുഷ്യ, നീ പോകുന്ന നാശത്തിലേക്കാണ്. ഹേ മദ്യപാനിയെ, നീ പോകുന്ന നാശത്തിലേക്കാണ്. ഹേ മയക്കുമരുന്ന് അടിമയായ വ്യക്തിയെ, നീ പോകുന്ന നിത്യ നരകത്തിലേക്കാണ്. നിത്യമായ നാശത്തിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ ഭൂമിയിൽ അവതരിച്ച ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. അതേ പ്രിയരെ, അനേക ദൈവങ്ങളുള്ളത് പറയാൻ കൊള്ളാകുന്ന ഒരു ദൈവമല്ല യേശു. യേശു മാത്രമാണ് ദൈവം. അനേക രക്ഷകന്മാരുള്ളതിൽ ഒരു രക്ഷകനല്ല യേശു. യേശു മാത്രമാണ് രക്ഷകൻ. അനേക മധ്യസ്ഥന്മാരും മധ്യസ്ഥകളുമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു മധ്യസ്ഥനല്ല യേശു. യേശു മാത്രമാണ് മധ്യസ്ഥൻ. എന്തുകൊണ്ട് ഞങ്ങൾ അവകാശപ്പെടുന്നു? മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതേ പ്രിയരെ, യേശു നിങ്ങൾക്ക് വേണ്ടി അടികൊള്ളുവാനിടയായി. യേശു നിങ്ങൾക്ക് വേണ്ടി തുപ്പലേറ്റ്, യേശു നിങ്ങൾക്ക് വേണ്ടി അപമാനമേറ്റ്, യേശു നിങ്ങൾക്ക് വേണ്ടി നിന്ദാപാത്രമായി തീർന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചു വന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ച് ആമേൻ അടക്കപ്പെട്ടു. യേശു നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നു. അതേ പ്രിയരെ, ഒരിക്കൽ പാപികൾക്ക് വേണ്ടി വന്ന് പാപികൾക്ക് വേണ്ടി രക്ഷകനായി തീർന്ന് പാപികളെ രക്ഷിപ്പാൻ മരിച്ച യേശു ക്രിസ്തു ഇനി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുന്നു. അത് യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതേ പ്രിയരെ, മനുഷ്യന്റെ പാപത്തിൽ രക്ഷിപ്പാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചന പ്രകാരം പറയുന്നു, മറ്റൊരുത്തും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം ശ്രീ യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. ആ യേശുവിനെ കൈക്കൊണ്ട് ആ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുക്കുവാൻ ആ ചെടിയായി കാണുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് വേണ്ടി തരുവാനിടയായി. അത് ഹല്ലേലൂയ, തന്റെ ഏകജാതനാകുന്ന പുത്രനാകുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതേ പ്രിയരെ, ക്രിസ്തു നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി വരികയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ
പ്രദർശിപ്പിക്കുന്നു. ആമേൻ. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി തീർക്കാനായി ചെടിയാൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം നമുക്ക് സൗജന്യമായിട്ട് ഒരു രക്ഷയുണ്ട്. വിശ്വാസത്താൽ ഒരു നീതീകരണമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഇത് പെന്തക്കോസ്തുകാരുടെ സ്ഥിരം തൊഴിലാണ്, ഇത് പാസ്റ്റർമാർക്ക് വേറെ ജോലിയില്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദയവായി നിങ്ങളെന്ന് ചിന്തിക്കരുത്. ഇതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്, ഇതിനകത്തൊരു സത്യമുണ്ട്. ഇത് നിങ്ങൾ വിലക്കെടുത്താൽ, ഇത് നിങ്ങൾ സീരിയസ്നെസ് ആയിട്ട് എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലുണ്ടാകുവാനായിട്ട് ഇടയാകും. ഞങ്ങളുടെ കൂട്ടത്തിൽ അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒരു കാലത്ത് മദ്യത്തിന് മയക്കുമരുന്നുകളായി പാപത്തിന്റെ പ്രവൃത്തിയിൽ ജീവിച്ച് പാപ സ്വഭാവത്തിൽ ജീവിച്ച അനേകർ ഈ യേശു ക്രിസ്തുവിൽ കൂടെ നല്ല ജീവിതം നയിച്ച് നല്ല സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പമുണ്ട്. ആകയാൽ പ്രിയരെ, അവരിൽ ഒരാളായി തീരുവാൻ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ പെന്തക്കോസ്തുകാരാക്കാനല്ല, നിങ്ങളെ ക്രിസ്ത്യാനികളാക്കാനല്ല നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്നത്. മതം മാറ്റാനല്ല ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നല്ലൊരു വ്യക്തിത്വമായി തീരുക. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ നല്ല ഭർത്താവായി മാറുക. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മാത്രം നോക്കി കഴിയുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരപ്പനായി മാറുക. അതെ, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ല മക്കളായി തീരുക. അതിന് സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ പ്രിയരെ. അതിന് യേശുവിന് മാത്രമേ രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് അല്ല, നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആമേൻ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുവാനായിട്ട് ഇടുക. ഇന്ന് ലോകത്തിലെ പലരും ദൈവങ്ങളെ അന്വേഷിച്ച് പോകുമ്പോൾ, ദൈവത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന പ്രവണതയല്ല, ദൈവ മനുഷ്യനെ അന്വേഷിച്ച് ഇറങ്ങി വന്നതാണ്. സ്വർഗം വെടിഞ്ഞ്, സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ദൈവം മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി വന്നു. അത് ആയതിനാൽ ആമേൻ ആ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ച് പാപം ഏറ്റുപറഞ്ഞ് പാപത്തെ കുറിച്ച് അനുഭവിച്ച് യേശുവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ അങ്ങയുടെ മകനാക്കി എന്നെ തീർക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ ആമേൻ അവന്റെ അടുക്കൽ കടന്നു വരുവാൻ യേശു ശക്തിയായ ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിച്ച ഞാൻ നിനക്ക് ഉത്തരമരളാം. അതെ, എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരളാമെന്ന് പറയുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയൂ. ദൈവം യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുവാനായിട്ടിടയാകും. അതെ, വാളുകൊണ്ട് ഏറ്റു പറയണം, യേശുവാണ് രക്ഷകൻ, യേശുവാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ, യേശുവാണ് എന്റെ ദൈവമെന്ന് ആരംഗീകരിക്കുമോ അവന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങളെ തരുവാൻ യേശുവിന് കഴിയും. ആകയാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത് ഈ അനുഭവത്തിൽ വരാൻ, ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന പ്രാർത്ഥനാ വാചകം ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരം കിട്ടുവാനാണ് യേശു മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ അവിടെ ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ മകനാക്കി മാറ്റണമേ, എന്നെ യഥാർത്ഥ ജീവിതത്തിന് ഉടമയാക്കി തീർക്കണമേ. അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുക, ആ നിത്യരാജ്യത്തിൽ ചേർക്കപ്പെടുക എന്നെ പ്രാപ്തരാക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കുഴിമതിക്കാടിനടുത്ത് ഇടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള IPC ഗാഗിയോസ് വർഷിപ്പ് സെന്ററിൽ അനുഗ്രഹപ്പെട്ട ഒരു ദൈവദാസനുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു പാസ്റ്ററാണ്. അവിടെ നിങ്ങൾ വന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അവിടെ വരുവാൻ കഴിയത്തില്ലെങ്കിൽ ബൈബിൾ നിങ്ങൾ വായിക്കുക, യേശുവിന്റെ നാമം വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് അവിടെ വന്നോ പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച എല്ലാ നല്ലവരായ ദേശവാസികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് കടന്നു പോകട്ടെ. അതിനായിട്ട് കർത്താവിന്റെ ആശ്രമം വഹിക്കുന്നതാണ്.